അഗ്നിസാക്ഷി ഭാഗം 16. എന്ത് ധൈര്യത്തിലടാ ഈ ശ്രീപാർവതിയുടെ നേരെ നീ കൈയൊങ്ങിയത്? ആ കൈ വീട്ടുമാറ്റനെ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, ഒരു തവണത്തേക്ക് ക്ഷമിച്ചതാ ഞാൻ. ഇനി അതുണ്ടാവില്ല. ഡേ വേദന കളിച്ചമർത്തിയവൻ അവളെ നോക്കി ചീറി. നാ മടക്കടാ, ഈ മുറ്റത്ത് വന്ന് വച്ചിട നീ ആരാടാ? ഇനി നിൻ്റെ ശബ്ദം ഉയർന്നാ ദേ ഈ തള്ളവരലും ചൂണ്ടുവരലും കൂട്ടി നിൻ്റെ മാർമ്മം നോക്കിയിട്ട് പിരിച്ചാലുണ്ടല്ലോ, പിന്നെ നിൻ്റെ നിലവിളി പോലും ആരും കേൾക്കില്ല. നിൻ്റെ ശൂരത്തൊക്കെ വീട്ടിലുള്ളവരോട് മതി, നാട്ടിലുള്ള പെമ്പിളാരോട് നിൻ്റെ കൊണവാധികാരം കാണിക്കാൻ നിന്നാൽ ആണാണെന്ന് പറഞ്ഞ് സ്വന്തം കെട്ടിയോളുടെ മുന്നിൽ പോലും നവർന്ന് നിൽക്കാൻ കഴിയുന്ന വരില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് മുമ്പ് വീട്ടിൽ പോകാൻ നോക്ക്. അവളുടെ വാക്കുകൾ കേട്ട് അവനത് ഭയന്ന് ചുറ്റും നോക്കി. വീണയും രോഹിണിയും യശോദയും അന്ത വിട്ട് നിന്ന് പോയി. ആളുകളെല്ലാം ബഹളം കേട്ട് മതിലിനപ്പുറവും റോഡിലും നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാം കണ്ട് വിഷനാകെ നാണം കെട്ട അവസ്ഥയിലായി. എങ്ങനെയും ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് തോന്നി. ഒടിഞ്ഞ കയ്യും തൂക്കിപ്പിടിച്ച് അയാൾ ഞൊണ്ടി ജീപ്പിൽ ചെന്ന് കയറി. ഒപ്പം ഉണ്ടായിരുന്നവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തതും വിഷൻ തിരിഞ്ഞ് ശ്രീപാർവതി നോക്കി. ചൊലിക്കുന്ന കണ്ണുകളിലെ തീപ്പാറുന്ന നോട്ടം താങ്ങാനാവാതെ അവൻ നോട്ടം പിൻവലിച്ചു. അവർ പോയതും ശ്രീപാർവതി പരിഭ്രമത്തോടെ അവരുടെ അരികിലേക്ക് ചെന്നു. അമ്മേ, എന്തെങ്കിലും പറ്റിയോ? അവൾ ചോദിച്ചു. ഇല്ല, കഴുത്തിന് വല്ലാത്ത വേദന. വീണിൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടല്ലോ. അത് അയാൾ പെട്ടെന്ന് തള്ളിയപ്പോൾ പറ്റിയതാ, വീണ കൈ നോക്കിക്കൊണ്ട് പറഞ്ഞു. സാരമില്ല, എനിക്ക് ചില പൊടിക്കൈകളൊക്കെ അറിയാം, അത് ചെയ്താൽ മതി. വേദന മുറിവൊക്കെ മാറിക്കോളും. തൽക്കാലം എന്നെ അകത്തേക്ക് വാ. അതും പറഞ്ഞ് അവൾ അകത്തേക്ക് നടന്നു. വീണയും രോഹിണി യശോദയും പരസ്പരം നോക്കി, പിന്നെ അകത്തേക്ക് നടന്നു. കാശിനാഥത്തെ രണ്ടാമത്തെ അവൾ കൊല്ലാമല്ലോ. നല്ല ഉശിരുള്ള പെണ്ണ് തന്നെ. വെറുതെ അല്ല അവൻ ഇതിനെ കെട്ടിക്കൊണ്ട് വന്നത്. ആളുകൾ താഴേക്ക് കയ്യും കൊടുത്ത് പറഞ്ഞു. ഡൈനിങ് ഹാളിലിരുന്ന് യശോദയുടെ കഴുത്തിൽ തൈലം തടവുകയായിരുന്നു രോഹിണി. എടുത്തിയൊന്ന് പതുക്കെ, എനിക്ക് വേദനിക്കുന്നു, യശോദ പറഞ്ഞു. ഞാൻ പതുക്കെ തന്നെയാണ് തടവുന്നത്, നിനക്ക് വേദന സഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ വീണ അവിടേക്ക് വന്നു. എങ്ങനെയുണ്ടമ്മേ? നല്ല വേദന ഉണ്ട് മോളെ, തണക്കാൻ വയ്യ, യശോദ പറഞ്ഞു. കഴുത്ത് ഉളുക്കിയിട്ടോ മറ്റോ ഉണ്ടെന്നായി എനിക്ക് തോന്നുന്നത്. അതെത്ര വേദന, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം യശോദേ, രോഹിണി പറഞ്ഞു. ഹോസ്പിറ്റലിലോ? ഒന്നുമല്ലോ, തൈലം തന്നെ തടയാൽ മതി. അത് കേട്ടത് രോഹിണി ചിരിച്ചു. ഹോസ്പിറ്റലിൽ പോയാൽ ഇഞ്ചക്ഷൻ വയ്ക്കുമെന്ന് പേടിച്ചിട്ടല്ലേ നീ ഇങ്ങനെ പറയുന്നത്? ഒന്ന് പോകാൻ എടുത്തി, എനിക്ക് പേടിയൊന്നുമില്ല. എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. പിന്നെ നിന്റെ കയ്യിലും മുറിവില്ലേ, അത് ഡ്രസ്സ് ചെയ്യാം. അത് വേണ്ട അമ്മായി, പാർവതി കുറച്ച് പച്ചില ഒക്കെ പറിച്ച് അരച്ച് പുരട്ടി തന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തോ വേദനയ്ക്ക് നല്ല ആശ്വാസം തോന്നുന്നുണ്ട്, വീണ പറഞ്ഞു. ആണോ? എന്നാൽ നീ വാ യശോദേ, നമുക്ക് ഹോസ്പിറ്റലിൽ വേണ്ട എടുത്തി. അപ്പോഴാ പാർവതി ഉണ്ണിക്കുട്ടനും അവിടേക്ക് വന്നു. ആരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന കാര്യമാ അമ്മായി പറയുന്നേ? അത് യശോദ തന്നെ. കഴുത്തിന് നല്ല വേദനയുണ്ട്, തിരിക്കാനേ വയ്യ. ഉളുക്കിയിട്ടും മറ്റും ഉണ്ടെന്നാണ് തോന്നുന്നത്, രോഹിണി പറഞ്ഞു. ഉളുക്കാനാ? നോക്കട്ടെ. അത് പറഞ്ഞ് പാർവതി യശോദയുടെ കഴുത്തിൽ പിടിച്ച് നോക്കി. അവിടെ മാകെ തടവി ഒന്ന് പരിശോധിച്ച ശേഷം പെട്ടെന്ന് പിടിച്ച് ഒരു തിരിച്ചു. യശോദ ഒന്ന് നിലവിളിച്ചു. പിന്നെ അമ്പരപ്പോടെ കഴുത്തിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ കഴുത്ത് ശരിയായി, വേദനയൊക്കെ പോയി, യശോദ സന്തോഷത്തോടെ പറഞ്ഞു. ആഹാ, നീയാൾ കൊള്ളാലോ പാർവതി, നീ വൈദ്യം വല്ലതും പഠിച്ചിട്ടുണ്ടോ? രോഹിണി ചോദിച്ചു. ഇതൊക്കെ ഞാൻ അച്ഛൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതാ. അച്ഛൻ വൈദ്യനായിരുന്നു? അല്ല, എൻ്റെ മുത്തശ്ശൻ നാട്ടിലെ പെരുകയുടെ വൈദ്യരായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മുത്തശ്ശനിൽ നിന്ന് അച്ഛൻ പഠിച്ചു, അച്ഛനിൽ നിന്ന് ഞാനും പഠിച്ചു. ഓ, അപ്പോൾ അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ മാഷായിരുന്നു. മുത്തശ്ശൻ്റെ പാത പിന്തുടരാത്തതിൽ മുത്തശ്ശന് അച്ഛനോട് ഭയങ്കര ദേഷ്യമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആണോ? എന്താ മുത്തശ്ശൻ്റെ പേര്? മേലെഴുത്ത് അച്യുതൻ വൈദ്യർ. പെട്ടെന്ന് പറഞ്ഞു. ആ പേര് കേട്ടത് യശോദ എന്നിട്ട്. എന്ത്? മേലെഴുത്ത് അച്യുതനോ? യശോദ ആശ്ചര്യത്തോട് ചോദിച്ചു. പാർവതി അബദ്ധം പിടിഞ്ഞതുപോലെ ഇന്ന് പരിങ്ങി. ഞാൻ ഇപ്പോൾ വരാം, അവൾ അതും പറഞ്ഞ് അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചു. നിൽക്ക്, നീ രാഘവ മാഷിൻ്റെ മോളാണോ? അവരുടെ ചോദ്യം കേട്ട് പാർവതി എന്ത് പറയണമെന്നറിയാതെ പറഞ്ഞു. ചോദ്യത്തിന് ഉത്തരം പറ, യശോദയുടെ ശബ്ദമായിരുന്നു. അതെ, അത്രയും പറഞ്ഞ് അവൾ വേഗം അവിടെ നിന്ന് പുറത്തേക്ക് നടന്നു. യശോദ ആകെ സ്തംഭിച്ച് നിന്ന് പോയി. എന്താ യശോദ, എന്താ പറ്റിയത്? നിങ്ങൾക്ക് അവരെ അറിയാമോ? രോഹിണി സംശയത്തോട് ചോദിച്ചു. അത് യശോദ എന്തോ പറയാൻ വന്നതും മുറ്റത്തൊരു പോലീസ് ജീപ്പ് വന്നു നിന്നു. രോഹിണിയും യശോദയും ഹാൾമുറിയിലേക്ക് നടന്നതും കാശിനാഥൻ പരിഭ്രമത്തോടെ അകത്തേക്ക് ഓടി വന്നു. അമ്മ, എന്താ വേണ്ടത്?
ആ വിഷ്ണു ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയോ? അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ചെറുതൊന്നുമല്ല, അല്പം വലുത് തന്നെയായിരുന്നു പ്രശ്നം. വീണയും മുടിക്കുത്തിനെ പിടിച്ച് തള്ളി യശോദയുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് ഉണ്ണിക്കുട്ടനെ ഉപദ്രവിക്കാൻ നോക്കി. അത് കേട്ടതും അവൻ്റെ രക്തം തെളിച്ച് ദേഷ്യത്തോടെ അവൻ മുഷ്ടി ചുട്ടി. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ അവൻ തലക്കേറിയ, ഇനി അവനെ വെറുതെ വിടല്ലേ. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ചിരിച്ചുകൊണ്ട് ഓടി വന്ന്, മോനെ. കാശി ഉണ്ണിക്കുട്ടനെ വാരിയെടുത്ത് കവലിൽ ഉമ്മ വെച്ചു. മോനെ മോനെ അവൻ ഉപദ്രവിച്ചോ? ഞാൻ പേടിച്ചു പോയി അച്ഛാ. മോൻ പേടിക്കണ്ട, അച്ഛൻ അവളിട്ട് നല്ല കൊടുക്കുന്നുണ്ട്. എൻ്റെ മോനെ പിടിച്ച് കഴിഞ്ഞാൽ തല്ലി ഒടിക്കും. അത് വേണ്ടച്ചാ, ആ കൈ ചെറിയപ്പോൾ നേരത്തെ തന്നെ തല്ലി ഓടിച്ചു. അവൻ പറഞ്ഞത് കേട്ട് കാശ് വായും പൊളിച്ച് അവനെ നോക്കി. എന്ത്? അവനൊക്കെ ചെറിയമ്മ തല്ലി ഓടിച്ചെന്ന് ഉണ്ണിക്കുട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവനൊന്നും മനസ്സിലാവാതെ എല്ലാവരും നോക്കി. അപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങൾ മുഴുവനായി നീ അറിഞ്ഞില്ലേ? പാർവതിയുടെ കയ്യിൽ നിന്ന് അവന് കണക്കിന് കിട്ടി. ഇനി അവൻ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കണ്ട. രോഹിണി പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രോഹിണി ഉണ്ടായ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. എല്ലാം കേട്ട് അവൻ അന്തം വിട്ടു നിൽക്കെ ചെറുപുജിരിയോടെ പാർവതി വാതിലിൻ്റെ മറവിൽ നിന്ന് അവനെ നോക്കി. ഈശ്വര, ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? അവൻ ഉമിനീരിറക്കി. അല്ല, നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. യശോദയുടെ കഴുത്തിൽ നല്ല വേദന ഉണ്ടായിരുന്നു. പാർവതി അത് പിടിച്ച് ശരിയാക്കി. വീണയുടെ കൈക്ക് ചെറിയ മുറിവുണ്ടായിരുന്നു. എന്തോ പച്ചമരുന്നുണ്ടാക്കി അവൾ അത് വീണയ്ക്ക് ഇട്ട് കൊടുത്തു. വേറെ കുഴപ്പമൊന്നുമില്ല, രോഹിണി പറഞ്ഞു. എന്നാൽ ഞാൻ ചെല്ലട്ടെ. പെട്ടെന്ന് നീ വരാറിഞ്ഞപ്പോൾ സ്റ്റേഷനിൽ ഇറക്കാൻ തോന്നില്ല, അതുകൊണ്ട് വന്നതാ. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. പടിക്കെട്ടുകൾ ഇറങ്ങവേ അവൻ പതിയെ തലചിരിച്ച് നോക്കി. വാതിലിൽ മറവിൽ നിന്ന് തലനീട്ടി തന്നെ നോക്കി ചിരിക്കുന്ന ശ്രീപാർവതി കണ്ട് അവനൊന്ന് നിശ്വസിച്ചു. പിന്നെ ചെറു ചിരിയോടെ വണ്ടിയിൽ കയറി. തുടരും.